ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ആരിഫ് ഹുസൈനെ കുറിച്ചാണ്. മനസ്സിലായില്ലേ? ആ കോയാക്കോൾ പരിപാടിയൊക്കെ നടത്തുന്ന ആരിഫ് ഹുസൈൻ, അദ്ദേഹത്തെ കുറിച്ച് തന്നെ ഇന്ന് പറയാൻ പോകുന്നത്. ആരിഫ് ഹുസൈൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രയേലിലെത്തി. അവിടെ എത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഇസ്രയേലികൾ വന്ന് കമൻറ്റ് ചെയ്തത് പച്ച തെറിവിളിയും തന്തക്കും തള്ളക്കും വിളിയൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് പിന്നീട് ആരിഫ് ഹുസൈൻ ലണ്ടനിലെത്തിയതിന് ശേഷം ലണ്ടനിലെ കുറച്ച് ആളുകൾ പിടികൂടി ആരിഫ് ഹുസൈനോട് ചോദിച്ചു, നിങ്ങൾ പലപ്പോഴായി പറഞ്ഞു നടക്കാറില്ലേ ഖുർആനിൽ സ്വന്തം മകളെ വിവാഹം കഴിക്കാം എന്നുള്ളത് ഉണ്ട് എന്ന്, അത് എവിടെ, തെളിവ് കാണിച്ചു തരൂ എന്ന് ചോദിച്ചപ്പോൾ ആരിഫ് ഹുസൈൻ അവിടെ നിന്നും കുറച്ചു നേരം തപ്പുന്നത് കാണാം. കുറച്ചു നേരം തപ്പിയപ്പോൾ ചാച്ചിപ്പിട്ടിയോടും ജമിനിയോടും ഒക്കെ ചോദിച്ചു കാണും. പക്ഷെ ഒന്നും കിട്ടിയില്ല. എങ്ങനെ കിട്ടാനാ? ഉണ്ടെങ്കിലല്ലേ കിട്ടുകയുള്ളൂ. ഇല്ലാത്ത മുതൽ തപ്പിയാൽ കാണുകയില്ലല്ലോ. അപ്പോൾ പിന്നെ ആരിഫ് ഹുസൈൻ ഇതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഒരു അടവ് പ്രയോഗിച്ചു. എൻ്റെ നെറ്റിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൂടി നിന്നിരുന്ന ആളുകളെല്ലാം സ്വന്തം ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. എൻ്റെ ഫോൺ എടുത്തോളൂ, ഇതിൽ നെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഫോൺ വെച്ച് നീട്ടുന്നത് കാണാം. അങ്ങനെ അവസാനം ആരിഫ് ഹുസൈൻ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അവസാനം പറയുകയാണ്, ഞാൻ ഇതിൻ്റെ മറുപടി യൂട്യൂബ് ചാനലിൽ ഇടാം എന്നൊക്കെ പറഞ്ഞു അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഉത്തരം കിട്ടാതെയായപ്പോൾ അവിടുത്തെ ആളുകൾ കൂക്കി വിളിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ ഉസ്താദ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Just one verse. The Quran. Why is he running? Ladies and gents. Assalamu alaikum wa rahmatullah. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ലണ്ടനിൽ പോയിട്ട് അവിടുത്തെ ആളുകളുടെ കൂക്കുവിളി കേൾക്കാൻ ചില്ലറ തൊലിക്കെട്ടി ഒത്തു പോരാ. ആരാന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഹാർപ്പിക് ഹുസൈനാണ്. ഞാൻ കാഫിറാണ്, ഞാൻ സയനിസ്റ്റ് ആണ് എന്നൊക്കെ വലിയ ഊക്കില് വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ ഈ കോയാക്കോളിക്ക് എന്നൊക്കെ പറയുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടല്ലോ. ചില സാധുക്കളൊക്കെ അതിനകത്ത് വിളിക്കുമ്പോ മൈക്കും നിയന്ത്രണവും ഒക്കെ ഇവന്റെ കയ്യിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവൻ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അവരെ പറയാൻ അനുവദിക്കാതെയൊക്കെ വലിയ ആള് കളിച്ചിരുന്നതാണ്. ഇപ്പോ കുറച്ചു ദിവസം മുമ്പ് ഇസ്രയേലിൽ പോയി. ഇസ്രയേലിൽ ചെന്നിറങ്ങിയപ്പോ ഇവന്റെ പോസ്റ്റില്, ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന കമന്റുകളും മുഴുവനും ഇസ്രയേലികളുടെ തെറിവിളികളായിരുന്നു. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പച്ചത്തെറിയാണ് ഇവനെ വിളിച്ചത്. അങ്ങനെ ഇസ്രയേലിൽ നിന്ന് ഇപ്പൊ ലണ്ടനിലേക്ക് പോയി. ലണ്ടനിൽ ചെന്നപ്പോ അവിടെ കുറച്ച് ആളുകൾ പിടികൂടിയിട്ട് അവിടെ കുറെ ക്യാമറകളൊക്കെ ഉണ്ട്. അതിന്റെ മുമ്പിൽ ഈ സാധു പെട്ടുപോയി. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇവൻ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിന്റെ തെളിവ് ചോദിച്ചിട്ട് അത് ഹാജരാക്കാൻ പറ്റാതിരുന്നപ്പോ ആളുകൾ കൂക്കി ആട്ടി ഓടിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിനേക്കാൾ ഗതികെട്ടവൻ ആരുണ്ട്? സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോ ഞാൻ വല്ലാതെ ചിരിച്ചുപോയി. എന്താണെന്നറിയോ? അവിടെ തൊണ്ടവേദനയാണ് അത്രേ. അതിനിടയ്ക്ക് പറയുന്നുണ്ട് മൈക്ക് കട്ട് ചെയ്, ഒന്ന് കണ്ടു നോക്ക്. കട്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ മൂപ്പര് എങ്ങനെയോ തടി തപ്പാൻ വേണ്ടിയിട്ട്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സകല ഉടായിപ്പ് ഇറക്കാൻ. എന്നിട്ട് അദ്ദേഹം വീണ്ടും വിടുന്നില്ല. വീണ്ടും അദ്ദേഹം ചോദിക്കുക. കണ്ടോ? പ്ലീസ് തൊണ്ട വയ്യ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു ഗതികേടാണെന്ന്. എന്താ സംഭവം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിലുണ്ട് എന്ന പച്ച നുണ നാടൊട്ടുക്ക് ഈ നുണ പറഞ്ഞിങ്ങനെ നടക്കാണ്. എന്തെല്ലാം നുണയാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. അതവന്റെ അരിപ്രശ്നമാണ്. എന്തായാലും ലണ്ടനിൽ ചെന്നപ്പോ ചില ആളുകൾ പിടികൂടി ചോദ്യം ചോദിച്ച രംഗം കണ്ടു നോക്ക്. So he claimed the Quran says you can marry your child, right? I want him to now. If you are fair, everyone listening,
I want him to pull out the ayah from the Quran, the verse where it says you can marry your child. If he does not pull that out, then know that this guy is not only a lame Zionist, a lame BJP apologist, he's a liar also, like the BJP propagandists and all the Zionists come. ആരിഫ് അപ്പോഴത്തേക്ക് തെളിവ് തപ്പാണ്. ഫോണിലേക്ക് ഇങ്ങനെ നോക്കിക്കേ. അപ്പൊ ആരിഫിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ ഇയാള് BJPയുടെ പ്രൊപ്പഗണ്ടകളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളാണ്, സയണിസ്റ്റ് ആണ്, അതുപോലെ ഞാൻ കാഫിറാണ്, സ്വയം പ്രഖ്യാപിത കാഫിറായിട്ട് അത് അഭിമാനത്തോടു കൂടി പറയുന്ന ആളാണെന്നൊക്കെ ആ സംസാരത്തിലുടനീളം ഇദ്ദേഹം പറയുന്നുണ്ട്. ആ സമയമൊക്കെ സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിൽ ഉണ്ട് എന്ന് ഇത്രയും നാള് പറഞ്ഞു നടന്നിരുന്ന ആരിഫ് തെളിവ് തപ്പാണ്. തെളിവ് തപ്പല് തീരുന്നില്ല. നിങ്ങൾ കണ്ടു നോക്ക്. Exposure day. All the Muslims of India spread this. This is Janazah of this guy who claims things online. ഇന്ന് ആരിഫിന്റെ ജനാസയാണെന്നാ പറയുന്നത്. അത്രേ ആളുകളുടെ മുമ്പിൽ അവിടെ വെള്ളക്കാരുണ്ട്, അതുപോലെ മറ്റു പല രാജ്യക്കാരുണ്ട്. അവരൊക്കെ ഇതിനിങ്ങനെ തടിച്ചുകൂടി നിൽക്കുമ്പോ അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയാൻ ഇന്ന് ഇവന്റെ ജനാസ എടുക്കും എന്ന് പറഞ്ഞാൽ കൊല്ലൂന്നൊന്നും അല്ല കേട്ടോ. ഇനി വേണമെങ്കിൽ ആ അർത്ഥത്തിൽ ആരിഫ് അതിനെ വ്യാഖ്യാനിക്കും. അങ്ങനെയാണല്ലോ ഇപ്പൊ മീഡിയ വണ്ണിൽ എന്തോ ഒരു വാർത്ത വന്നു എന്നതിന്റെ പേരിൽ എന്റെ ജീവൻ അപഹരിക്കാൻ അപായപ്പെടുത്താൻ വേണ്ടി മീഡിയ വണ്ണിത പ്രചോദിപ്പിക്കുന്നു, പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതിയൊക്കെ ആയിട്ട് പോയ ഒരു പൊട്ടനാൻ. എന്തായാലും ഈ മണ്ടൻ ലണ്ടനിൽ ചെന്നിട്ട് എരന്ന് വാങ്ങുകയാണ്. എന്നിട്ട് മൂപ്പര് തെളിവ് തപ്പുന്നുണ്ട്. നോക്കിക്കോ, തെളിവെടുക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാള് ഖുർആനിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, ഞാൻ ഖുർആനൊക്കെ മനഃപ്പാഠം പഠിച്ച ആളാണ്, ഖുർആനിലെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ വലിയ വായിൽ ഇവിടെ ഇരുന്ന് സംസാരിച്ച ആളാണ്. ഇപ്പൊ തപ്പാണ്. നമുക്ക് തപ്പല് തീരുന്നില്ല. ഇതിൽ രസം എന്താ പറയാ, ആദ്യം ഒരു ചങ്ങാതി കോയാക്കോളിങ് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അയാളെ ഒന്നും കാണുന്നില്ല. അയാളൊക്കെ പതുക്കെ ബാക്കിലേക്ക് പോയി. ഒരാൾ മൈക്കൊക്കെ പിടിച്ച് നിന്നിരുന്നു. അയാളൊക്കെ മൈക്ക് ആരിഫിന്റെ കൈ കൊടുത്തിട്ട് അവരൊക്കെ പതുക്കെ പുറകോട്ട് പോയി. ആരിഫ് പാവം പെട്ടുപോയി. ഒറ്റക്ക് പാവം എന്ത് ചെയ്യാൻ പറ്റും? തപ്പിയിട്ട് കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു സാധനം ഇല്ല. പക്ഷെ ആരിഫ് ഇങ്ങനെ തപ്പാണ്. തപ്പി അവസാനം എവിടെ എത്തിയെന്നറിയോ? അതാണ് രസം. ആരിഫിന്റെ ഇന്റർനെറ്റിന് പ്രശ്നമുണ്ട് അത്രേ, നെറ്റ് കിട്ടുന്നില്ല. Wait. Even AI is not helping you. Even AI is not helping you. And my internet. What's your name? എനിക്ക് നെറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി പറ ആളുകളൊക്കെ ഫോൺ കൊടുക്കുക. എന്താ നെറ്റ് ഉണ്ട്, എടുത്തോളൂ. എങ്ങനെയാണെങ്കിൽ ഈ തെളിവൊന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഫോണൊക്കെ നീട്ടുന്ന കാഴ്ച കണ്ടു നോക്ക്. My phone. ഞാൻ എല്ലാ തെളിവും എന്റെ യൂട്യൂബ് ചാനലിൽ ഇടാന്ന്. അതാകുമ്പോ എളുപ്പമാണല്ലോ. റേഡിയോ പോലെയാണല്ലോ, ഇങ്ങോട്ട് പറയുന്നത് ഉണ്ടാവുള്ളൂ, അങ്ങോട്ട് ചോദിക്കാൻ പറ്റൂലല്ലോ. എന്തായാലും നേർക്ക് നേരെ പെട്ട് കഴിഞ്ഞപ്പോ പവനായി ശവമായി. ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ എല്ലാ തെളിവും വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്ത് പറയാനാണ് ഈ മണ്ടന്റെ കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുന്ന് ഇസ്രയേലിൽ പോയി അവിടെയുള്ള ആളുകളുടെ മുഴുവൻ ചീത്ത കിട്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് ലണ്ടനിലേക്ക് പോയതാ. അവിടെ ചെന്നപ്പോഴോ ആളുകൾ ആട്ടി ഓടിച്ചു, നാണം കെടുത്തി, എരപ്പാക്കി. No, we have internet. Yeah, my phone. My phone. എല്ലാരും ഫോൺ കൊടുക്കുക. ഇന്റർനെറ്റ് ഇല്ലാന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയതാ. ജെമിനിയോടോ അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോടോ ഒക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാന്ന് വിചാരിച്ചതാ. പക്ഷെ അതിനകത്തും കിട്ടുന്നില്ല. അവസാനം പിന്നെ എന്താ രക്ഷ? നെറ്റ് കിട്ടുന്നില്ല. അപ്പൊ അതാ ഓരോരുത്തർ ഫോൺ നീട്ടി കൊടുക്കാൻ. എന്റെ ഫോൺ ഇതാ. ലാസ്റ്റ് ഈ സാധു അവിടെ നോടി ആളുകൾ കൂക്ക് വിളിച്ചു. എന്തൊരവസ്ഥയാണ്! ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് ഫ്ലൈറ്റും പിടിച്ച് വേറെ ഏതോ രാജ്യത്ത് പോയിട്ട് അവരുടെ ആട്ടും തുപ്പും കേൾക്കാം. ഈ മണ്ടൻ ലണ്ടനിൽ പോയ കഥയെന്ന് പിൽക്കാലത്ത് നമുക്ക് പറഞ്ഞു ചിരിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തര സാധനല്ലേ? വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അദ്ദേഹം തന്നെ ആരിഫ് ഓടിയതിന് ശേഷം അവിടെ ഇരുന്ന് ഖുർആനിലെ ആയത്ത് തെളിവായി കൊടുത്തുകൊണ്ട് ആ സമൂഹത്തോട് പറയുന്നുണ്ട്, സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിലുണ്ട് എന്ന ഒരാശയം പറഞ്ഞപ്പോ അവിടെ അദ്ദേഹം ഖുർആനിലെ നമ്പർ അടക്കം തെളിവ് സഹിതം ആളുകളോട് സംസാരിക്കാൻ.
He's openly, publicly saying, I'm a Zionist, I'm a proud BJP, I'm a proud ex-Muslim, I'm a proud kafir. He's wearing a hat and claiming that Islam somehow, or the Quran specifically, he said, allows or stipulates marrying one's daughter. അദ്ദേഹം പറഞ്ഞത് ഞാൻ സയനിസ്റ്റ് ആണ്, ഞാൻ BJP ആണ്, ഞാൻ കാഫിറാണ് എന്നൊക്കെ അതിലൊക്കെ അഭിമാനിക്കുന്ന ഒരുത്തൻ അവൻ പറയുന്നത് ഖുർആനിൽ സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല, ഖുർആനിൽ അതിന് നേരെ വിരുദ്ധമായതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആയത്ത് പറയാൻ. Quran says in Surah An-Nisa, chapter 4, verse 23. അതെ, സൂറത്ത് നിസായിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് തെളിവ് കൂടി പറയാൻ. ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖവാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും വബനാത്തുൽ അഖി വബനാത്തുൽ ഉഖ്തി എന്നിങ്ങനെ പറഞ്ഞിട്ട് വിവാഹം കഴിക്കൽ ഹറാമായ ആളുകൾ, അതിൽ നോക്കൂ, നിങ്ങളുടെ ഉമ്മമാർ, വബനാത്തുക്കും നിങ്ങളുടെ പെൺമക്കൾ, ഇവരെയൊക്കെ വിവാഹം കഴിക്കൽ ഹറാമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഖുർആനിന്റെ പേരിലാണ് ഈ ചെങ്ങാതി പച്ച നുണ പറഞ്ഞിട്ട് ലണ്ടനിൽ പോയിട്ട് ആളുകളുടെ ആട്ടും തുപ്പും കൂക്കുവിളിയും കേട്ടത്.